ഹലോ, ഇന്ന് വരെ ഞാൻ ചെയ്തത് മലയാളത്തിലും തമിഴിലും ആയിട്ടുള്ള വീഡിയോകളാണ്. അപ്പോൾ എനിക്ക് തോന്നി മലയാളത്തിൽ എന്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുകൂടാ എന്ന്. വിജയം, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. വിജയം, അതിൻ്റെ തുടക്കം എന്താണ്? പരാജയമാണ്. പരാജയം ഉണ്ടെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പരാജയം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പദ്ധതിയാണ് ഈ പരാജയം. അപ്പോൾ പരാജയത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് വിജയം. അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിവിധ പാതകളിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് വിവിധ പാതകളിലൂടെയാണ് നമ്മുടെ ജീവിതം പോകുന്നത്. അപ്പോൾ അതിൽ കുറേ അബദ്ധങ്ങൾ വന്നിരിക്കാം, കുറേ നന്മകൾ ഉണ്ടായിരിക്കാം. പക്ഷേ പലപ്പോഴും നമ്മുടെ അബദ്ധങ്ങളാണ് നമുക്ക് പരാജയത്തിന് കാരണമാകുന്നത്. ആ അബദ്ധങ്ങളെ നമ്മൾ ശരിയാക്കുമ്പോൾ നമുക്ക് വിജയം നേരിടും. പിന്നെ അനുഭവങ്ങളിലൂടെ നമുക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. ഈ പാഠമാണ് നമ്മളെ കൊണ്ട് വിജയത്തിലെത്തിക്കുന്നത്. അപ്പോൾ നമ്മളുടേതായ തെറ്റുകളെ നമ്മൾ ഉണർത്തി അതിനെ ശരി ചെയ്ത് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് വിജയം ഉണ്ടാകും. ഇനി വിജയം നേടിയവർക്കെല്ലാം വിജയം തന്നെ എന്നും ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം വിജയങ്ങളിൽ എത്തുമ്പോൾ മനുഷ്യൻ്റെ സ്വാഭാവികമായ സ്വഭാവമാണ് അഹങ്കാരം, അല്ലെങ്കിൽ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ സുഖഭോഗങ്ങളെ തേടിയെത്തുക. അപ്പോൾ നമ്മുടെ വിജയം തന്നെ നമ്മളെ പരാജയത്തിൽ കൊണ്ടുപോകും. ഇപ്പോൾ എനിക്കറിഞ്ഞിടത്തോളം കാലം അമിതാഭ് ബച്ചൻ നല്ല ഉന്നതിയിലെത്തിയ ഒരു നടനായിരുന്നു. പെട്ടെന്ന് 80s അദ്ദേഹത്തിന് ഒരു അധപതനം വന്നു, ഹെൽത്ത് ഇഷ്യൂസും വന്നിരുന്നു. പക്ഷെ അയാൾ ഇന്നും പരാജിതനാണോ? അല്ല, അയാൾ ഇന്നും വിജയനാണ്, എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എവിടെയോ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്നും ഉന്നത നിലയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു നടനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അബദ്ധങ്ങളെ മാറ്റുക, അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ നല്ല പാഠങ്ങൾ പഠിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും വിജയത്തിൽ എത്തിച്ചേരും. പിന്നെ വിജയത്തിനെ പരാജയത്തിലോട്ട് നയിക്കാതെ വിജയത്തിനെ അതിൻ്റേതായ പ്രസക്തിയിൽ തന്നെ നിർത്താൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ ബുദ്ധി.